കേരളത്തിലെ ജാതിബന്ധങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ എൻ്റെ ഒരു നോട്ടത്തിൽ വളരെ സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങൾ ചരിത്രപരമായി കൊണ്ടുവന്നത് EMS ആണ്. EMSൻ്റെ ജാതി ജന്മി നാടുവാഴി മേധാവിത്വം എന്ന് പറയുന്ന സങ്കല്പനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതെങ്കിലും ഒന്നിനെ ഒറ്റ തിരിഞ്ഞൊരു ഘടകമായിട്ടല്ല EMS കാണുന്നത്. EMS പറയുന്നത് സാമൂഹ്യമായി ജാതി, സാമ്പത്തികമായിട്ട് ജന്മി, ഭരണപരമായി നാടുവാഴ്ത്തം. ഇത് മൂന്നും ചേർന്ന ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് പോലെയാണ് മധ്യകാല കേരളം നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഹിസ്റ്റോറിക്കൽ ബ്ലോക്കിൽ ഏതെങ്കിലും ഒരു ഘടകത്തെ മാത്രം നമ്മൾ പിൽക്കാലത്ത് റദ്ദാക്കാൻ ശ്രമിക്കുകയും അതിൽ കൂടി നിൽക്കുന്ന, ഉദാഹരണത്തിന് ജന്മിത്വത്തെ റദ്ദാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ നിർണ്ണയിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്ര വ്യവഹാരമായിട്ട് ജാതിയുള്ളതിനെ വേണ്ട പോലെ അഡ്രസ്സ് ചെയ്യാൻ കഴിയണ്ടായില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ്. ഈ സാംസ്കാരിക ഉപരിഘടന എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള, ഞാൻ കുറച്ച് ഫണ്ടമെൻ്റലായ ഒരു ഇഷ്യൂ പറയാം. അതായത് ഈ സാംസ്കാരിക ഉപരിഘടന എന്ന് പറയുന്ന ഒരാശയം വാസ്തവത്തിൽ ആശയവ്യവസ്ഥകൾ, പ്രത്യയശാസ്ത്രം, ഇതിൻ്റെയൊക്കെ ഭൗതിക ശേഷിയെ കുറച്ച് കാണുന്നതിലേക്ക് പലപ്പോഴും വഴിതെറ്റിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജാതിബന്ധങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ എൻ്റെ ഒരു നോട്ടത്തിൽ വളരെ സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങൾ ചരിത്രപരമായി കൊണ്ടുവന്നത് EMS ആണ്. EMSൻ്റെ ജാതി ജന്മി നാടുവാഴി മേധാവിത്വം എന്ന് പറയുന്ന സങ്കല്പനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏതെങ്കിലും ഒന്നിനെ ഒറ്റ തിരിഞ്ഞൊരു ഘടകമായിട്ടല്ല EMS കാണുന്നത്. EMS പറയുന്നത് സാമൂഹ്യമായി ജാതി, സാമ്പത്തികമായിട്ട് ജന്മി, ഭരണപരമായി നാടുവാഴ്ത്തം. ഇത് മൂന്നും ചേർന്ന ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് പോലെയാണ് മധ്യകാല കേരളം നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഹിസ്റ്റോറിക്കൽ ബ്ലോക്കിൽ ഏതെങ്കിലും ഒരു ഘടകത്തെ മാത്രം നമ്മൾ പിൽക്കാലത്ത് റദ്ദാക്കാൻ ശ്രമിക്കുകയും അതിൽ കൂടി നിൽക്കുന്ന, ഉദാഹരണത്തിന് ജന്മിത്വത്തെ റദ്ദാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ നിർണ്ണയിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്ര വ്യവഹാരമായിട്ട് ജാതിയുള്ളതിനെ വേണ്ട പോലെ അഡ്രസ്സ് ചെയ്യാൻ കഴിയണ്ടായില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ്. ഈ സാംസ്കാരിക ഉപരിഘടന എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള, ഞാൻ കുറച്ച് ഫണ്ടമെൻ്റലായ ഒരു ഇഷ്യൂ പറയാം. അതായത് ഈ സാംസ്കാരിക ഉപരിഘടന എന്ന് പറയുന്ന ഒരാശയം വാസ്തവത്തിൽ ആശയവ്യവസ്ഥകൾ, പ്രത്യയശാസ്ത്രം, ഇതിൻ്റെയൊക്കെ ഭൗതിക ശേഷിയെ കുറച്ച് കാണുന്നതിലേക്ക് പലപ്പോഴും വഴിതെറ്റിച്ചിട്ടുണ്ട്.